ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള ആ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഭാഗവതത്തിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഇതിന് ഇടയിൽ ഇപ്പോൾ തൊട്ടിട്ട് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല. 2 ദിവസമായിട്ട് ഇവിടെ നെറ്റൊക്കെ ഇല്ലാണ്ടിരിക്കുകയാണ്. അത് ശരിയായതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പരദേവതാ ക്ഷേത്രത്തിലെ കുറുമാലിക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ മുല്ലോർലിത്തേവരുടെ അവിടെ സത്സംഗമുണ്ട്. ആ സത്സംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഇതിനൊരു കുറച്ച് ദിവസം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഗുരുവായൂർ ഏകാദശിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാവും നമ്മൾ പഴയതുപോലെ നിത്യമായിട്ട് ഈ ഒരു സത്സംഗം ഉണ്ടാവുക. അതിന് വരെ എനിക്ക് സൗകര്യമുള്ള സമയത്തൊക്കെ സത്സംഗത്തിലിരിക്കാനായിട്ട് ഭഗവാൻ അനുവദിക്കട്ടെ. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണല്ലോ. ഭഗവാന്റെ ഇച്ഛ പോലെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് സമർപ്പിച്ചത് മൂലഭാഗവതം അക്കിത്ത ഭാഗവതം കൂടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. മൂലത്തിലെ ഭാഗങ്ങളും വായിക്കുന്നുണ്ട്, അക്കിത്തത്തിലെ ഭാഗങ്ങളും വായിക്കുന്നുണ്ട്. അക്കിത്ത ഭാഗവതം മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് എഴുതിയതാണ്. അപ്പം അതിൽ 2-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്തത്. അത് ഭൂമി, ഈ വിരാട് രൂപം, ഈ പ്രപഞ്ചത്തിൻ്റെ ഭഗവാന്റെ കഥകളെ പറയൂ എന്നെല്ലാം ശ്രീ ശുഖബ്രഹ്മർഷിയോട് പറഞ്ഞപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി ആ വിരാട് രൂപത്തെയാണ് വർണ്ണിച്ച് സ്ഥൂല ധ്യാന നിരൂപണം എന്നാണ് അതിന് പറയുക. അങ്ങനെ ആ സ്ഥൂല ധ്യാന നിരൂപണമാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് 2-ാം അധ്യായവും ഉള്ളത്. അപ്പോൾ ആദ്യത്തെ എല്ലാ തവണയും നമ്മൾ ചെയ്യണ പോലെ ആദ്യം മൂലത്തിലെ ഭാഗങ്ങൾ വായിക്കും. അത് കുറച്ച് ശ്ലോകങ്ങൾ അങ്ങോട്ട് വായിച്ചിട്ട് പിന്നെ അക്കിത്ത ഭാഗങ്ങൾ വായിച്ച് നമുക്ക് പറ്റുന്നത് പോലെ അതൊന്ന് അനുസ്മരിച്ചിട്ടാണ് നമ്മളങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10-15 ശ്ലോകങ്ങൾ അങ്ങോട്ട് വായിച്ചതിന് ശേഷം വായിക്കുമ്പോഴാണ് അതിന് ഒരു ശരിക്കും എനിക്ക് അപ്പോഴാണ് എനിക്ക് വായിക്കുമ്പോൾ ഒരു ഇതുള്ള ഓരോ അധ്യായം ഓരോ ശ്ലോകങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടാകുമ്പോൾ അത് 2 പുസ്തകങ്ങൾ വെച്ച് നോക്കേണ്ടത് കാരണം കൊണ്ടേ കുറച്ച് ആ പുസ്തകം മാറ്റി മറിച്ചാകുമ്പോൾ കുറച്ച് പ്രയാസമല്ലേ. അപ്പം നമുക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് അതിനെ ഉൾക്കൊണ്ട് വായിക്കാൻ പറ്റാത്ത പോലെ, അതാണ്, വേറെ പ്രയാസമല്ല. ഒരെണ്ണം വായിച്ച് പിന്നെ പറയുമ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാത്ത പോലെ. അപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ അതാണ് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നണത്, ലളിതമായിട്ട് തോന്നണത്. അപ്പോൾ അങ്ങനെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വേണം, ഓരോ ശ്ലോകങ്ങൾ തന്നെ വേണോ ഇല്ല എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. രാധേശ്യാം. അപ്പം നമുക്ക് ആരംഭിക്കാം. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കാരുണ്യം കൊണ്ട് നമുക്കത് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം 2-യ സ്കന്ധം 2-ാം അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്യാൻ പോണത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പൻ്റെയും എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥാ ദ്വിതീയോऽധ്യായः. ശ്രീശുക ഉവാച. ഏവം പുരാധാരണയാത്മയോനിർനഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ ദുഷ്ടാത് തഥാ സസർജം അമോഘ സസർജേതമോഘ ദൃഷ്ടിർ യഥ്യാപ്യയാത് പ്രാഗ്വ്യവസായ ബുദ്ധി ശബ്ദസ്യ ഹി ബ്രഹ്മണ ഏഷ നാനബാന്ധ യദ്നാമഭിർധ്യായതിർ അപാർത്ഥൈ പരിഭ്രമം സത്ര ന വിന്ദതീർത്ഥാൻ മായാമയേ വാസനയാ ശയാന അധ കവിർനാമസു യാവദർത്ഥ സ്യാദ അപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധേന്യഥാർത്ഥേന യഥേതയത്ര പരിശ്രമം തത്ര സമീക്ഷമാണ സത്യം ക്ഷിതൗ കിം കശിപോ പ്രയാസൈ ബാഹൗ സ്വസിദ്ധേഹ്യ ഉപബർഹണൈ കിം സത്യാഞ്ജലൗ കിം പുരധാന്യപാത്ര്യ ദിഗ്വൽക്കലാദൗ സതി കിം ദുകൂലൈ ചീരാണി കിം ബധിനഃ സന്തി ദിശന്തി ഭിക്ഷാം നൈവംഘ്രിപാ പരഭൃതഃ സരിതോപശിഷ്യൻ രുദ്ധാഗുഹാ കിമജിതോ വദിനോപസാന്നൻ കസ്മാത് ഭജന്തി കവയോധന ദുർമദന്തൻ ഏവം സ്വചിത്തേ സ്വത ഏവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാൻ അനന്ത തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ച യത്ര കസ്താം ത്വനാദ്യ പുരാനുചിന്താം ഹൃദേ പശൂൻ അസതിം നാമയുജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യം സ്വകർമ്മജൻ പരിതാപഞ്ജുഷാണം കേചിൻ സ്വദേഹാന്തർ ഹൃദയാവകാശേ പ്രദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കുഞ്ചരഥംഗചക്രഗദാധരം ധാരണയാ സ്മരന്തി പ്രസന്നവക്തം നളിനായ ദക്ഷണം കദംബകിഞ്ചിൽ കപിശങ്കവാസസം ജസൽമഹാരത്ന ഹിരൺമയാംഗദം സ്ഫുരന്മഹാരത്നകിരീടകുണ്ടലം ഉന്നിദ്ധഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നഗന്ധരം അമ്ലാനലക്ഷ്മ്യാവനമാലയാചിതം വിഭൂഷിതം മേഖലയാങ്കുലീയകൈർ മഹാധനൈർനൂപുരകങ്കണാദിഭിः സ്നിഗ്ധാമലാകുഞ്ചിത നീലകുന്തളൈർവിരോചമാനന ഹാസവേശലം അദീനലാസാഹലിതേ ഹസിതേ ക്ഷണോല്ലസത് ഭ്രൂഭംഗ സംസൂജിതസൂര്യനുഗ്രഹം ഇച്ഛേദചിന്താമയമേകമേനമീശ്വരം യാവത് മനോധാരണയാ മനോധാരണയാവതിഷ്ഠതേ ഏകൈകശോങ്കാനി ധിയാനുഭാവയേത് പദാദി യാവത് ഹസിതം ഗതാഭൃതാജിതം ജിതം സ്ഥാനം അബോഹ്യധാരയേത് പരം പരം സംശ്രുതിർയഥാ യഥാ യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദൃഷ്ട്യരിഭക്തിയോഗേ യാവദ്വിധീയ പുരുഷസ്യ രൂപം
ക്രിയാവസാനെ പ്രയതസ്മരേത സ്ഥിരം സുഖം ആസനം ആശിതോ യഥാ ജിഹാസുർ ഇമമംഗലോകം കാലാജദേശേ മനോന സജ്ജേത് പ്രാണം നിയശ്ചേത് മനസാജിദാസു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 2-ാം അധ്യായം. അക്കിത്ത ഭാഗവതത്തിലെ 2-ാം അധ്യായത്തിന് മഹാപുരുഷ സംസ്ഥ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആ ഒരു വിരാട് പുരുഷൻ്റെ ആ ഒരു ഭാവത്തിനെ വീണ്ടും തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ശ്രീശുകൻ പറഞ്ഞു, പണ്ടേ വിധം ധാരണ കൊണ്ടു ദാതാവാർജിച്ചു നഷ്ടസ്മൃതി ദൈവഗത്യ പുനർജനിപ്പിച്ചത് അമോഘദൃഷ്ടി പണ്ടുള്ളതെല്ലാം വ്യവസായ ബുദ്ധിയ വേദോക്ത കർമ്മങ്ങളിൽ വിശ്വസിച്ചു നിരർത്ഥനാമങ്ങളിൽ നാം ഭ്രമിപ്പൂ മായക്കകം വാസനയാൽ കറങ്ങിക്കാണാതെ പോകുന്നു സുഖം യഥാർത്ഥം അക്കാരണത്താൽ നിലനിൽപ്പിനുള്ള മിഥ്യോപഭോഗത്തിൽ വിവേകിതൃപ്തൻ അതും വിനാ ക്ലേശസുലഭ്യമാകെ ത്യജിക്കയും ചെയ്യൂ നിരർത്ഥയത്നം കിടക്കയെന്തിനുപദാനവും തലയ്ക്കു കൈവച്ചു നിലത്തുറങ്ങാൻ ഇല്ലേ നമുക്കൂണിനു കൈക്കൂടന്നാദിക്കും മരത്തോലുമുടുത്തുകൂടെ ഇല്ലേ മരത്തൊലി വഴിക്കു മരം തരില്ലേ പിന്നെ മരം തരില്ലേ തിന്നാൻ പഴങ്ങൾ നദിയൊക്കെ വരണ്ടുപോയോ രുദ്ധങ്ങളോ ഗുഹകൾ ഈശ്വരനെങ്ങുമില്ലേ വിത്താന്ധരേ പണിവതെന്തിനു ബുദ്ധിമാന്മാർ ഹൃത്തിൽ സ്വസിദ്ധനിരിപ്പത് ആനന്ദരൂപൻ ഭഗവാനനന്ദൻ അസേവനൈകാസ്ഥിതയെ ഭജിക്കൂ സംസാരബന്ധം സ്വയമറ്റു പോകും ആരാ സ്വരൂപത്തെ അനാദരിക്കും വെറും പശുപ്രായൻ നിന്നു ഭിന്നൻ സ്വകർമ്മമാം വൈതരണിക്കകത്തു കേഴുന്ന ജീവികളെ നോക്കി നിൽക്കേ ചിലർക്കു തൻ കരളിൻ്റെ ചട്ടക്കൂടിനകത്ത് ഈശനൊതുങ്ങി നിൽപ്പൂ ചതുർഭുജൻ പങ്കജ ശംഖചക്രഗധാധരൻ ധാരണകൾക്കധീനൻ പ്രസന്നവക്തൻ നളിനായ ദക്ഷണൻ കദംബാഗിഞ്ചൽ കപിശങ്കവാസസൻ ലസൻ മഹാരത്നൻ ഹിരൺമയാംഗതൻ സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലൻ വിടർന്ന ഹൃത്പങ്കജകർണികയ്ക്കകം യോഗേശ്വരേന്ദും ചരണങ്ങളുള്ളവൻ മാറത്തണി കൗസ്തുഭ ശോഭ പൂണ്ടവൻ ലക്ഷ്മി പ്രസന്നൻ വനമാലയിട്ടവൻ വിഭൂഷിതൻ മേഖലമോതിരങ്ങളാൽ അമൂല്യമം നൂപുര കങ്കണങ്ങളാൽ സ്നിഗ്ധാമലാകുഞ്ചിത നീലകുന്തള പ്രശോഭിതാസ്യൻ മധുഹാസപേശലൻ അധീനലീലാഹസിദേക്ഷണോല്ലസൻ ഭ്രൂഭംഗ സംസൂചിത ഭൂര്യനുഗ്രഹൻ ഉറച്ചു നിൽക്കട്ടെ മനസ്സിലത്രമേ ലോകാഗ്രഭാവത്തിൽ അലിഞ്ഞിടാവൂ നീ പാദം മുതൽ ഹസിതം വരെ ഗതാവൃത്തിൻ്റെ അംഗങ്ങൾ അനുസ്മരിക്ക നീ മേലോട്ടതയത്ന ദൃശ്യമായി തീരും ക്രമാൽ നിശ്ചലധീ വിശുദ്ധിയാൽ പരാപരേ ശംഘ്രിയിൽ ഭക്തിയോഗം ഭവിപ്പതിൻ
ഭവിപ്പതെന്നാ ദിവസം വരേക്കും അന്നു ചെയ്യേണ്ടവ ചെയ്തു തീർന്നാൽ ധ്യാനിച്ചിടേണം പുരുഷോത്തമാംഗം. ദേഹം വിടാനായതിലാഗ്രഹിക്കുകിൽ കാലത്തെ ദേശത്തെ മറന്നിടേണം. സ്ഥിരാസനത്തിൽ സുഖമായിരിക്കവേ മനോൽപരാൽ പ്രാണനടക്കിടേണം. അപ്പോൾ ഭഗവാന്റെ ആ വിരാട് പുരുഷ രൂപത്തെയാണ് നേരത്തെ പറഞ്ഞ് കഴിഞ്ഞ ഒരു അധ്യായം കൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ പറയണു, ആ സ്ഥൂലമായ ഭഗവത് രൂപത്തെ ധ്യാനിച്ചുറച്ച മനസ്സ് സർവസാക്ഷി സർവേശ്വരനുമായിട്ടുള്ള വിഷ്ണുവിൽ പിന്നെ എങ്ങനെ ഉറപ്പിക്കുന്നതാണ് അടുത്തതിൽ പറയണത്. ആ ഒരു ആദ്യകാലത്ത് ചെയ്ത സൃഷ്ടിയുടെ സ്വരൂപജ്ഞാനം ഉണ്ടായി. ഇപ്പോൾ ഇന്നത് വിധത്തിലാണ് നിർമ്മിക്കേണ്ടതെന്നുള്ള ബുദ്ധി പ്രകാശിച്ചിട്ട് പ്രളയത്തിന് മുമ്പ് ചെയ്ത വിധം വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടിക്കുക ചെയ്തത് എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ പറയണു. പിന്നെ ആ ഉപാസന കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ആ വിരക്തനായിട്ടുള്ള ആ പുരുഷന് ശുദ്ധമായ ആത്മാവിന് മനസ്സിനെ ഉറപ്പിക്കൽ തന്നെയാണ് ആ യോഗ്യം. അതുപോലെ ഇത് ആ ശബ്ദബ്രഹ്മമാണ് വേദത്തിൻ്റെ ആ ഒരു സമ്പ്രദായം എന്ന് പറയണു. ശബ്ദബ്രഹ്മം. സ്വർഗം ആഗ്രഹിക്കുന്നവർ ഈശ്വരനെ കുറിച്ച് യാഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ആ നാമരൂപങ്ങളെയൊക്കെ അർത്ഥശൂന്യമായിട്ടുള്ള നാമരൂപങ്ങളെയൊക്കെ കേട്ട് മോഹിച്ചിട്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കുകയാണ് ചെയ്യണത്. സുഖം സിദ്ധിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സ്വർഗാദി സ്ഥാനങ്ങളെയൊക്കെ പ്രാപിച്ച് അവിടെ വസിക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ആ പുണ്യക്ഷയത്തിൽ അങ്ങനെയൊക്കെ ആയാൽ സ്വർഗത്തിലൊക്കെ ചെന്ന് വീണ്ടും ഇവിടെ വന്ന് ജനിച്ച് ആ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും വന്ന് ജനിക്കണം. പിന്നെ ആദ്യം ദുഃഖത്തിൽ വന്ന് അപ്പോൾ ശാശ്വതമായിട്ടുള്ള ആനന്ദം അങ്ങനെയുള്ളത് കൊണ്ട് ലഭിക്കണില്ല. അപ്പോൾ ശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് ലഭിക്കേണ്ടത്. അപ്പോൾ സർവാത്മന കർമ്മങ്ങളെയൊക്കെ പെട്ടെന്ന് നമുക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ ധ്യാനിച്ച് അങ്ങനെ ആനന്ദാവസ്ഥയിലെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ല. ഏതാണ് ഉപേക്ഷിക്കേണ്ടത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ല, എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ശരിക്കും ഇതിൽ നിന്നൊന്നും സുഖം കിട്ടില്ല എന്നുള്ള ഉറപ്പ് ഒന്നും നമ്മൾ ഈശ്വരനെ ആക്കേണ്ടൊന്നും സുഖം ലഭിക്കണം, സന്തോഷം ലഭിക്കണം, ലൗകികമായ ആസക്തിയോട് കൂടിയിട്ടാവരുത്. അതിനല്ല, അതിനപ്പുറത്തുള്ള ആനന്ദത്തിനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ശരീരത്തിന് നിലനിൽക്കാൻ വേണ്ടത് ആയിട്ടുള്ള സാധനങ്ങളെ കാരണം നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ. ശരിക്കും നമ്മൾ സമ്പാദിക്കണതിൻ്റെ ഒരു അംശം തന്നെ മതി നമ്മുടെ ശരീരത്തിന് നിലനിൽക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന അനവധി പ്രയത്നങ്ങൾ അതൊക്കെ നിഷ്ഫലമായിട്ടുള്ള പ്രയത്നങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വെറുതെ നിഷ്ഫലമായിട്ട് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തെ നിലനിർത്താനുള്ള ആ സാധനം. അപ്പോൾ ഉറക്കം വരുമ്പോൾ കിടക്കാനായിട്ട് നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. ഉറക്കം വരുമ്പോൾ നമുക്ക് കിടക്കണമെങ്കിൽ നല്ല ഉറക്കം വന്നു എന്നുണ്ടെങ്കിൽ എന്താ, കിടക്ക വേണം, നല്ല കട്ടിൽ വേണം, നല്ല തലോണ വേണം, അങ്ങനെ നല്ല AC റൂം വേണം എന്നൊന്നുമില്ല അല്ലേ. നല്ല ഉറക്കം വന്നാൽ എവിടെ കിടന്നാലും മതി, തലോണയൊന്നും വേണ്ട, കയ്യും തലക്കി വെച്ച് എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലേ. നമ്മൾ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ കണ്ട നല്ല തിരക്കുള്ള ബസ്സിലൊക്കെ ഉറങ്ങണവരെ വരെ കണ്ടിട്ടുണ്ട് നമ്മൾ. നിന്നിട്ട് ഈ അടുത്ത ദിവസം പോയപ്പോൾ അങ്ങനെ കണ്ടതാണ്. ഒരു യാത്ര എറണാകുളത്തേക്ക് പോവേണ്ടായി. അപ്പോൾ ഒരു ട്രെയിനിലാണ് വന്നത്. ആ ട്രെയിനിൽ ഇരിക്കാനൊന്നും സീറ്റില്ലാണ്ട് ആണ് വരുന്നത്. എറണാകുളം പാലക്കാട് ട്രെയിനിൽ ഒരു ട്രെയിനുണ്ട്. അത് എന്താ അതിൻ്റെ പേര് പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ.
ബാക്കിയൊക്കെ ആൾക്കാർ നിൽക്കുകയാണ്, തിങ്ങിക്കൂടിയിട്ട് ഇരിക്കാൻ തന്നെ സ്ഥലമില്ലാത്ത നിലത്തുമൊക്കെ ആൾക്കാർ ഇരിക്കുക. അപ്പോൾ അവിടെ അതിൽ കയറിയപ്പോൾ അങ്ങനെ നിന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് പോയി. കൈ വിട്ടിട്ട് വീഴുവോ എന്ന് പേടിച്ചിങ്ങനെ ഇരുന്നു. പക്ഷെ ആൾ സുഖമായിട്ട് നിന്ന് ഉറങ്ങുകയാണ് ചെയ്യണത്. അപ്പോൾ ഉറക്കം വന്നാൽ എങ്ങനെ വേണമെങ്കിലും ഉറങ്ങാനായിട്ട് സാധിക്കും. അതിന് നന്നായിട്ട് ഉറങ്ങുകയാണ് വേണ്ടത്. അതുപോലെ ഭക്ഷണം ത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത് ശരിക്കും പറയണം എന്താണെന്ന് വെച്ചാൽ ഒരു നേരത്തെ ആഹാരം നമ്മൾ കഴിക്കണ്ടല്ലോ. അങ്ങനെ ഒരു കൈക്കുടന്ന ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൽ നിറച്ച ആഹാരം തന്നു കഴിഞ്ഞാൽ അത് ഒരു നേരത്തെ ഭക്ഷണമായി എന്നാണ് പറയണേ. ഒരു നേരത്തെ ആഹാരം അതായി എന്നാണ് പറയണേ. ഒരു പാത്രം പോലും വേണ്ട. അതിൽ കൊള്ളണ ആഹാരമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര ആഹാരം അധികം കഴിക്കുന്നുണ്ടെന്ന് ഒരു കൈക്കുടന്ന ഭക്ഷണം കഴിച്ചാൽ പോരെ. അപ്പോൾ കൈക്കുടന്ന തന്നെ പാത്രമായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഇതിനെ വേറെ പാത്രങ്ങൾക്കുള്ള അതുപോലെ പിന്നെ അതുപോലെ പറയണു ഈശ്വരോപാസനയ്ക്ക് പോകുമ്പോൾ ശരിക്കും മരവിരി ഉണ്ട് അല്ലേ. ഈ മരത്തിൻ്റെ തോലുകൊണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കും വസ്ത്രങ്ങളായിട്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാ വേറെ വിശിഷ്ട വസ്ത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ പക്ഷെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? വിരക്തി ഉണ്ടാവണം. വിരക്തി ഇല്ലാണ്ട് ഇതുപോലെയൊന്നും നടക്കാൻ എല്ലാവർക്കും പറ്റില്ല. ആ വിരക്തി എങ്ങനെയാണ്? ഇതൊക്കെ വിട്ടുപോകണം. നമ്മളായിട്ട് ഉപേക്ഷിക്കരുത്, നമ്മൾ വിട്ടുപോകണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇത് പിന്നെ അതുപോലെ പോണ സമയത്ത് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം നദീജലങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ശുദ്ധജലം സ്വീകരിച്ചുകൊണ്ട് ഈ മരങ്ങളിലൊക്കെയുള്ള ആ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യന് വിശപ്പടക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആഹാരത്തിന് നമ്മൾ ഈ സമ്പാദിക്കണു എന്നൊക്കെ പറയണതൊക്കെ ആ തലത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ വെറുതെയാണ്. നമ്മുടെ ഓരോന്നും വെറുതെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ജീവന സാമഗ്രികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിച്ചിട്ട് ധനമതം കൊണ്ട് കണ്ണ് കാണാണ്ടിരിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഈശ്വരനെ ആശ്രയിക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ സർവത്തിൽ നിന്നും നമ്മൾ വിരക്തി പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ആസക്തിയൊക്കെ ആദ്യം വേണ്ടത് ആസക്തി ഉപേക്ഷിക്കുകയാണ്. അതിനെന്താ വേണ്ടത്? ഈശ്വരനെ ഭജിക്കുകയാണ് വേണ്ടത്. ഈശ്വരൻ്റെ ഏതെങ്കിലും ഒരു രൂപത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അത് ആദ്യം ഉറപ്പിക്കാൻ പറ്റില്ല. ധാരാളം ഏതെങ്കിലും അതിമനോഹരമായ രൂപത്തെ കേട്ട് അതിനെ മനസ്സിൽ ധ്യാനിച്ച് അത് ഉറപ്പിക്കണം. എങ്ങനെയാണ്? കേശാദിപാദം മുഴുവനും പാദം തൊട്ടിട്ട് കേശം വരെയും കേശം തൊട്ടിട്ട് പാദം വരെയും ചിന്തിച്ചിട്ട് ആ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ഭാവത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ഹൃദയാകാശത്തിൽ ഇരിക്കുന്നവനായിട്ട് അങ്കുഷ്ടം മാത്രം വിരലിൻ്റെ അത്രയ്ക്ക് വലിപ്പം അത്രയുള്ള ആ താമരപ്പൂ ശംഖുചക്ര കഥാപത്മങ്ങൾ ആ പരീക്ഷിത് മഹാരാജാവിന് അതോട് പറയുമ്പോൾ അദ്ദേഹത്തിന് വേഗം മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ട് അദ്ദേഹം അത് കണ്ടതാണ്. അതുപോലെ നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അദ്ദേഹം ആ ഉള്ളിൽ കണ്ടതിനെ തന്നെ പുറമേക്ക് തെരഞ്ഞ് സാധനാബലം കൊണ്ട് ആ രൂപം മറന്നില്ല. നമ്മൾ ഉള്ളിൽ കണ്ടതിനെ അല്ല തെരഞ്ഞത്, പുറമേ നിന്ന് കണ്ടപ്പോൾ ആ ഉള്ളിൽ കണ്ടതിനെ മറന്നിട്ട് പുറമേ കണ്ടതിനെ ആർത്തിയോട് കൂടിയിട്ട് അന്വേഷിച്ച് നമ്മൾ ഭഗവാനെ മറന്നു. അത് കാരണം നമ്മളോട് പറയുമ്പോൾ നമുക്കത് അത്ര പെട്ടെന്ന് ആ രൂപമൊന്നും നമ്മുടെ ഉള്ളിൽ വരില്ല. ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടിരിക്കുന്ന ആ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് താമരവളയം പോലെ ഇരിക്കുന്ന നേത്രത്തോടു കൂടിയവനാണ്. കദംബ പുഷ്പത്തിൻ്റെ കേസരം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രത്തെ ഉടുത്തവനാണ്. മഹാരത്നങ്ങൾ പതിച്ച തോൾവളകൾ, അതുകൊണ്ട് കിരീടം, കുണ്ടലങ്ങൾ, ആഭരണങ്ങൾ ഇതൊക്കെ ധരിച്ചവരാണ്. വനമാല ധരിച്ചതാണ് എന്നെല്ലാം പറഞ്ഞ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ആ രൂപത്തിനെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ട്. അങ്ങനെ ആ പാദം മുതലും മന്ദഹാസം വരെയും അങ്ങനെ ഓരോന്ന് ആ മന്ദഹാസം തൊട്ടിട്ട് പിന്നെ ആ തിരുമുടി വരെ ആലോചിക്കുക, പിന്നെ തിരിച്ചും അങ്ങനെ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടേ ഇരിക്കുക. അങ്ങനെ ആ ധ്യാനം ഉള്ളിൽ ഉറയ്ക്കണ വരെ ആ ഭക്തി, പ്രേമലക്ഷണമായിട്ടുള്ള ഭക്തി ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മൾ
ചിന്തിക്കണം മാത്രമല്ല ഈ രൂപം ഉള്ളിൽ തെളിയണം. അപ്പോഴാണ് നമുക്ക് ആ ഭക്തി ഉണ്ടാവുക. അങ്ങനെ ആ ലക്ഷണം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആ പ്രേമത്തോട് കൂടിയിട്ട് ആ ഭഗവാന്റെ രൂപം ഉറയ്ക്കുമ്പോൾ നമ്മുടെ കർമ്മവാസനകൾ ഓരോന്നായിട്ട് നമ്മളെ വിട്ടു പോവുക ചെയ്യുക. ഓരോന്നും നമ്മളെ വിട്ടുപോകും. അപ്പം നിത്യനൈമിത്തിക കർമ്മങ്ങളെ ഒക്കെ അങ്ങനെ വിട്ടു പോവുക ചെയ്യുക. ആ വിട്ടു പോകണ ആസക്തി തീരുകയെന്ന് വെച്ചാൽ ഇതിനോട് ഏതെങ്കിലും എന്തോ ഒന്നിനെ നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ആനന്ദം തരുന്നതിനെയാണ്, നമുക്ക് സുഖം ഉണ്ടാവാനാണല്ലോ നമ്മൾ ഓരോന്നും സമ്പാദിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ആസക്തിയുള്ളത് പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ സാധനങ്ങളൊക്കെ തരണേക്കാളും സുഖവും സന്തോഷവും ആനന്ദവും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വരുമ്പോൾ മറ്റതൊക്കെ തന്നെ വിട്ടുപോകും. അതിനോടുള്ള ആസക്തിയൊക്കെ വിട്ടുപോകും. അങ്ങനെയാണ് ഇതിൽ ഉറച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ദേഹത്തെ ഉപേക്ഷിക്കാൻ തക്ക വിധം ആ യോഗം ഈശ്വരനെ ചിന്തിച്ച് വരുമ്പോൾ ശരീരം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വീണ് പോവാവുന്നതാണ്. ഇത് ശാശ്വതമൊന്നുമല്ല. അതതിൻ്റെ കർമ്മപ്രാരാബ്ധങ്ങൾ തീർന്നാൽ വിട്ടുപോകുന്നുള്ള സത്യമൊക്കെ വരുമ്പോൾ ആ ശരീരത്തിനെ പറ്റിയിട്ടുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഈശ്വരനെ ഇതുപോലെ ഭജിക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയങ്ങളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് ആ 15 ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് ഇനി അടുത്ത ശ്ലോകങ്ങൾ വായിക്കാം. മനസ്സുബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞ ഏതാം നിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യധീരോ ലബ്ധോപശാന്തിർവിരമേതകൃത്യാത് നയത്ര കാലോ നിമിഷം പരപ്രഭൂകുതോനുദേവോ ജഗതാം ഈശ്വരേ നയത്ര സത്വം നരജസ്തമശ്ച നവൈ വികാരോ നമഹാൻ പ്രധാനം പരംപദം വൈഷ്ണവമാമനന്ദി തദ്യദ്നേതി ഉത്സിഷവേ വിസൃജ്യ ദൗരാത്മ്യമനന്യസൗഹൃദ ഹൃദോപഗുഹ്യാർഹപദം പതേ ഇത്തം മുനിസ്തു പരമേത് വ്യവസ്ഥിതോ വിജ്ഞാനദിഗ്വീര്യസുരന്ധിതാശയ സ്വപാഷ്ണിന പീഡഗുദം തതോനിലം സ്ഥാനേഷു ഷഡ്സൂനമയേന്ദിതക്ലമാനഭ്യം സ്ഥിതം ഹൃദ്യധിരൂപ്യ തസ്മാത് ഉദാനഗത്യോരസീതം നയേത്മുനി തദോനുസന്ധായ ധിയാ മനസ്സി സ്വതാലുമൂലം ജനകൈ നയേത് തസ്മാത് ഭുവോർ അനന്തം ഉന്നയേത നിരുന്ദ സപ്താസ്വനയോനപേക്ഷ സ്ഥിതാമുഹൂർത്താർത്ഥം അഗുണ്ടദുഷ്ടിർനിർവിദ്യമൂർധ്യൻ വിസൃജേത് പരംഗതാ യതി പ്രയാസൻ നൃപവാരമേഷ്ട്യം വൈഹായസാനം ഇതയത് വിഹാരം അഷ്ടാധിപത്യം ഗുണസന്നിവായേ സഹൈവ ഗച്ഛേത് മനസേന്ദ്രിയൈശ്ച യോഗേശ്വരാണാം ഗതിമാഹുരന്തർ ബഹിർത്രിലോക്യപവനാന്തരാത്മനാം ന കർമ്മഭിസ്താം ഗതി ആപ്നുയന്തി വിദ്യാ തപോ യോഗ സമാധിഭാജം വൈശാനരം യാതി വിഹായ സാഗത സുഷുമ്നയാ ബ്രഹ്മപഥേന ചോജിഷാ വിധൂതകൽക്കോദഹരിർ ഉദാസ്തദാത് പ്രയാതി ചക്രൻ നൃപശൈശുമാരം തദ്വിശ്വനാഭിം തദിവർത്യക വിഷ്ണോർ അണീയസാ വിരജേനാത്മനൈക നമസ്കൃതം ബ്രഹ്മവിദാം ഉപൈതി കൽപ്പായുഷോ യദ്വിബുധാ രമന്തേ അഥോ അനന്തസ്യ മുഖാനലേന
ദദ്യഹ്യമാനം സനിരീക്ഷ്യ വിശ്വം നിര്യാതി സിദ്ധേശ്വരജുഷ്ടിധിഷ്ണം യദ്വൈ പരാധ്യം തതുപാരമേഷ്ട്യം നയത്ര ശോകാ ന ജരാമ ന മൃത്യുർ നാത്തിന്ന ചോദ്വേഗ ഹൃദേ കുതശ്ചിത് യച്ചിത്തചോദാ കൃപയാനിതം വിധം ദുരന്തദുഃഖപ്രഭവാനുദർശനാത് തതോ വിശേഷം പ്രതിപദ്യ നിർഭയ തേനാത്മനാ ബോനലാ മൂർത്തിർ അദ്വരൻ ജ്യോതിർമയോ വായുപേത്യകാലേ വായുആത്മനം ഖം ബൃഹത് ആത്മലിംഗം ഘ്രാണേന ഗന്ധം രസനേന വൈരസം രൂപം ദുദൃഷ്ട്യാ ശ്വസനം തഥൈവ ശ്രോതേന ചോപേദ്യ നഭോ ഗുണത്വം പ്രാണേന ജാഗൂതി ഉഭൈതി യോഗി സഭൂത സൂക്ഷ്മേന്ദ്രിയ സന്നിഹർഷം മനോമയം ദേവമയം വികാര്യം സംസാദ്യഗത്യാ സഹാതേന യാതി വിജ്ഞാനതത്വം ഗുണാസന്നിരോധം തേനാത്മനാത്മാനമുപൈതി ശാന്തം ആനന്ദമാനന്ദമയോവസാനെ ഏതാം ഗതിം ഭാഗവതിം ഗതോയ സ വൈ പുനർനേഹ വിഷജ്യതേംഗ. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗങ്ങൾ വായിക്കണു. അക്കിത്ത ഭാഗവതം. ക്ഷേത്രജ്ഞനിൽ ബുദ്ധി ലയിച്ചിടണം, ക്ഷേത്രജ്ഞൻ ആത്മാവിലും അത്തരത്തിൽ ബ്രഹ്മത്തിൽ ആത്മാവിനെയും ലയിച്ചാലോ വരിപ്പൂ നിജകർമ്മമുക്തി. ഇല്ലാ വികാരം ത്രിഗുണം മഹത്വമങ്ങില്ല പ്രവേശം പ്രഗതിക്കു കൂടിയും ദേവേശനം കാലമശക്തനാകുവിൽ ദേവൻ ജഗത്തും വിഷയീഭവിക്കുമോ. ഇതല്ലെന്ന അഖിലാത്മഭിന്നതങ്ങളെ ത്യജിക്കുന്ന മഹാത്മചേതന ശരീരബോധത്തെ വെടിഞ്ഞു വിഷ്ണുവിൻ പദങ്ങൾ ഹൃത്താൽ പുണരും ക്ഷണം പ്രതി. മുനീന്ദ്രനേവം പരമേഷ്ടി സംസ്ഥിതൻ വിജ്ഞാനദൃഗ്വീര്യ സുരന്ധിതാശയൻ ചന്തം കുതത്തിങ്കൽ മടം പിടിച്ചു ഷഡ്ചക്രം ആശുഗൻ. ഹരേ കൃഷ്ണ. സ്വന്തം കുതത്തിങ്കൽ മടം പഠിച്ചു ഷഡ്ചക്രം ആശുഗന്നു നമിക്കണം. അതിൻ്റെ അർത്ഥം എനിക്ക് ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. ഹരേ കൃഷ്ണ. നാഭിസ്ഥിതോന്താനനേഹത്തിലൂടെ വക്ഷത്തിലെത്തിക്കണം എത്തിക്കണം. പിന്നെ മഹാമനോബലത്താൽ സത്വാലുമൂലം വരയുക്തിപൂർവം നയിക്കണം പ്രാണനെ യാജ്ഞാചക്രത്തിലേക്ക്. ഏഴസുവും വെടിഞ്ഞോൻ ആരക്ഷണം കൊണ്ട് പിളർന്നു മൂധാവിലൂടവൻ പിന്നലെ വിപ്പുജിത്തിൽ. അരക്ഷണം കൊണ്ടു പിളർന്നു മൂധാവിലൂടവൻ പിന്നെ ലയിപ്പുജിത്തിൽ. അഷ്ടാധിപത്യാന്വിത പാരമേഷ്ട്യം മോഹിപ്പു വൈഹായസനെന്നിരിക്കിൽ. പ്രപഞ്ചമാമീ സഗുണത്തെ ഇന്ദ്രിയോപേതനായി തന്നെ വെടിഞ്ഞിടേണം.
വിദ്യാതപോയോഗ സമാധിധന്യർ വാദാന്തരാത്മാക്കൾ മഹർഷിവര്യർ ത്രിലോക ബാഹ്യന്തരചാരണന്മാർ കർമ്മം വഴിക്കാ സ്ഥിതി കൈവരില്ല. എത്തുന്നു വൈശ്വാനരത്തിൽ സുഷുമ്ന വഴിക്കവൻ ബ്രഹ്മപദത്തിലൂടെ വിധൂകൽക്കൻ ഹരി ശൈശുമാര ചക്രപ്രകാശത്തെ വരിപ്പു. പിന്നെ ബ്രഹ്മാണ്ട കേന്ദ്രത്തെ അതിക്രമിച്ചു രജസ്സോടെ ദേഹി സസൂക്ഷ്മനേകൻ പ്രാപിപ്പു കൽപ്പായുഷരാംബുധന്മാർ ബ്രഹ്മജ്ഞർ വാഴും പുരി സത്യലോകം. പിന്നീട് അനന്തൻ്റെ മുഖാഗ്നി കൊണ്ടു വേവും ത്രിലോകങ്ങളെ നോക്കി പ്രാപിപ്പു സിദ്ധേശ്വര ദുഷ്ണ്യം സ്തുദ്വൈപരാർത്ഥ്യം പരമേഷ്ടിലോകം. ഇല്ലങ്ങു ദുഃഖം ജരമൃത്യുപീഠ ഹൃക്ഷോഭവും വാസ്തവമാണു. പക്ഷേ ദുരന്ത ദുഃഖങ്ങൾ സഹിച്ചു പോരും നിരീശ്വരന്മാരിൽ അലിഞ്ഞു പോകും. വരിപ്പു ഭൂമിത്വം അഭീതിപ്രഭൻ ജ്വലത്വമഗ്നിത്വവും അപ്രകാരം വായുത്വവും നേടിയ ശേഷമന്തികാകാശഭാവം പരമാത്മലിംഗം. ഗന്ധം രസം രൂപമിതേ വിധത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കുമെഴും ഗുണങ്ങൾ അതാതിലൂടാർജിതമായ ശേഷം ആകൂതിയം പ്രാണനിലൂടെ യോഗി സസൂക്ഷ്മ ഭൂതാവലയിന്ദ്രിയങ്ങൾ മനസ്സു ദൈവങ്ങൾ ഇതൊക്കെയായി വിജ്ഞാന തത്വപ്രകൃതി സ്വഭാവം ഭരിച്ചിടുന്നു വഴി പോലെ യോഗി. ഉപാധികൾക്കു അപ്പുറമപ്രധാന രൂപത്തിൽ ആനന്ദമയ സ്വരൂപൻ പോകുന്നു സംശാന്തി വരില്ല ബിംബി ഭോഗത്തിലേക്കോ ഭഗവൽ പ്രയാതൻ. ഇതിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അത്രയും അങ്ങോട്ട് ശരി എനിക്ക് മനസ്സിലായില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടക്കിയാൽ ആ ചാഞ്ചല്യം നിലച്ച് മനസ്സ് എന്നുള്ള ആ ഭാവം അവിടെ നിലച്ചിട്ട് നിശ്ചലാത്മകമായ ബുദ്ധി ആണ് പിന്നെ. അപ്പോൾ അങ്ങനെ ആ നിശ്ചലമായ ആ ജീവനിലെ എല്ലാത്തിനും ജീവനായിരിക്കുന്ന പരമാത്മാവിൽ ലയിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഓരോ ധ്യാനത്തിലൂടെ ഈശ്വരധ്യാനത്തിലൂടെ ആ പരമാത്മസ്വരൂപൻ്റെലേക്ക് ലയിക്കുന്ന ഒരു ഭാവത്തെയാണ് ഇവിടെ പറയണത്. അപ്പോൾ അങ്ങനെ പിന്നെ ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ ആ ദേശകാലങ്ങളൊന്നും അവനെ ബാധിക്കില്ല. കാലത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ദേവന്മാർക്കും ജഗത്തിലുള്ള മറ്റുള്ളവർക്കൊന്നും ആ ഒരു ജീവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ അത് നിമിത്തമുണ്ടാകുന്ന അഹങ്കാരമോ മഹത്വത്തോ ഒന്നും ആ നിലയിലിരിക്കുന്ന ജീവനുണ്ടാവില്ല എന്ന് പറയാണ്. കാരണം അവൻ നിർവികാരാനന്ദ സ്വരൂപനായിട്ട് സ്വയം ആനന്ദ സ്വരൂപനായിട്ട് മാറിയിട്ട് അതിലിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി ഒന്നും അവനെ ബാധിക്കണില്ല. എല്ലാം അവനിൽ നിന്ന് വിട്ടുപോയത് ആയതുകൊണ്ട് നമ്മൾ നിർബന്ധപൂർവം വിടിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ വാസന പടലുണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് സ്വയമേവ ഈ അനുഭവിക്കുന്ന ആനന്ദത്തിന് അപ്പുറം ആയിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് സ്വയമേവ അതിൽ ലയനം വന്നു കഴിഞ്ഞപ്പോൾ ആ ലയനത്തിലിരിക്കുന്നവന് ബാക്കി ഒന്നും ബാധിക്കില്ല എന്ന് പറയണം. അപ്പം നമുക്ക് അതൊന്നും നമ്മളെ പോലെയുള്ളവർക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലായി എന്ന് തന്നെ നമുക്ക് വരില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവം ഒന്നുമില്ലല്ലോ.
നമുക്ക് നാമം ജപിക്കായാലും ഈശ്വരനെ പ്രാർത്ഥിക്കായാലും ഭാഗവതം ഇതുപോലെ നമ്മളിതാ ഭാഗവതം വായിച്ച അർത്ഥമൊക്കെ നമ്മൾക്ക് അറിയുന്ന പോലെയൊക്കെ നമ്മളിവിടെ ചിന്തിക്കണ സമയത്ത് പോലും നമ്മളുടെ വിചാരം എന്താ, ഇത് കഴിഞ്ഞാൽ അത് ചെയ്യണം, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ചെയ്യണം, അങ്ങനെ വേണം. നമ്മുടെ മനസ്സ് വേറൊരു വഴി കൂടെ പോകേണ്ട, ഇതിലെങ്ങനെ നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് പോണത്. കാരണം നമ്മുടെ വാസനാപടലം നമ്മളെ വിട്ട് പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഇത് ഏകാഗ്രമായിട്ടിരിക്കുന്ന കാര്യമൊന്നും പറഞ്ഞാൽ അത് മനസ്സിലായി എന്ന് വരില്ല. നമുക്കൊക്കെ ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം മാത്രമേ വരുള്ളൂ. ആ ധ്യാനത്തിലേക്ക് ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എപ്പോഴും ഉറക്കത്തിലേക്ക് ആണ്ടുപോവുക ചെയ്യുക. അല്ലാണ്ട് ശരിയായ ധ്യാനം നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിന് എത്രയോ കാലത്തെ അശ്രാന്ത പരിശ്രമം വേണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 ജന്മം കൊണ്ടോ ചിലപ്പോൾ സാധിച്ചു എന്ന് തന്നെ വരില്ല. അപ്പോൾ സത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ, മഹത്വത്വാദികളായിട്ടുള്ള ഗുണങ്ങൾ, മായ, ഇതൊന്നും അവിടെ ഇല്ല. അതൊന്നും അതിനെ ബാധിക്കില്ല. ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ദേഹാദികളെക്കുറിച്ചുള്ള വിചാരം ചെയ്തപ്പോൾ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ ഭാവങ്ങളൊന്നുമല്ല ആത്മാവ് എന്ന് കണ്ടിട്ട് ആണ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ആത്മാഭിമാനത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവിനോട് അതിനെ ആത്മാവിൽ നിന്നും വേർപെടുത്തുന്നതുള്ള ഓരോന്നുണ്ട്. അങ്ങനെ യാതൊന്നിലും മനസ്സിനെ അഭിനിവേശമില്ലാണ്ട് ഭഗവാന്റെ പാദത്തെ മാത്രം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ഇരിക്കുന്ന, എല്ലാം ആനന്ദം അനുഭവിച്ച് ഇരിക്കുന്നവർ മായയെ പോലും അവരെ ബാധിക്കില്ല എന്ന് പറയുന്നു. കാലവും മായയും മറ്റൊന്നും അവരെ ബാധിക്കില്ല എന്ന് പറയാം. അപ്പോൾ സ്വർഗാദി ലോകങ്ങളിൽ ചെന്നിട്ട് അവിടെയുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടാണ് ഈശ്വരനെ ഭജിക്കുന്നവരുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്യണു? ആത്മഭാവത്തെ നിശേഷം വിട്ടിട്ട് ബ്രഹ്മഭാവത്തെ പ്രാപിപ്പിക്കുക ചെയ്യണത്. അങ്ങനെയുള്ള പുനർജന്മത്തിന് കാരണമായിട്ടിരിക്കുന്ന എല്ലാ വാസനകളെയും അവിടെ നശിക്കാനായിട്ട് ഇതുപോലെയുള്ള ധ്യാനങ്ങളാണ് പറ്റുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മാത്രമേ ആ പരമമായ ഗതി ലഭിക്കുള്ളൂ. അപ്പോൾ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ശരിക്കും ആ ശരീരമില്ലാത്ത ആ കൈവല്യപദത്തെ പ്രാപിക്കുകയാണ് ചെയ്യണത്. ദേഹത്തെ ഉപേക്ഷിക്കേണ്ടത് ഋഷീശ്വരന്മാർ ദേഹത്തെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു. യോഗാഗ്നിയിൽ ദേഹത്തെ ഭസ്മമാക്കണം എന്നാണ്. അപ്പോൾ യോഗം അഭ്യസിക്കുന്ന ആൾക്ക് അവിടെ എങ്ങനെ എന്താ ചെയ്യണേ? സ്ഥിരമായ ആസനത്തിലിരുന്നു കൊണ്ട് അതാണ് നേരത്തെ അതാണ് എനിക്ക് നേരത്തെ വായിച്ചപ്പോൾ മനസ്സിലാവാഞ്ഞത്. തൻ്റെ സ്ഥിരമായ ആസനത്തിലിരുന്ന് ആ കുതികാല് കൊണ്ട് ഗുദത്തെ അടച്ചു പിടിക്കുക. അപ്പോൾ ആ കീഴ്ഗതിയെ ബലമായിട്ട് തടഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. കീഴ്പോട്ട് വായു പോണേനെ ബലമായിട്ട് തടഞ്ഞു വച്ചിട്ട് ആ മൂലാധാരത്തിൽ നിന്ന് മെല്ലെ മണിപൂരകം, അനാഹതം, വിശുദ്ധി എന്നീ അതുപോലെ ആജ്ഞ എന്നൊക്കെയുള്ള ഭാഗത്തിലോട് ഉയർത്തി ബ്രഹ്മരന്ധ്രത്തിലൂടെ ജീവനെ മുകളിലേക്ക് പോകാൻ ഭാഗത്തിന് മുകളിലേക്ക് ആ പ്രാണനെ അപ്പോൾ പ്രാണൻ്റെ ബാക്കിയുള്ള ആ പ്രാണൻ പോകാവുന്നതിനൊക്കെ അടച്ചു വച്ചിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ട് അത് യോഗത്തിലിരിക്കുന്നവർക്കാണ് അത് പറഞ്ഞേക്കണത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാഭിയുടെ മണിപൂരം എന്ന ചക്രസ്ഥാനത്തിരിക്കുന്ന ഓരോന്നിനെ പറ്റിയിട്ടാണ് അത് പറയണത്. അത് ഉയർത്തിയിട്ട് അവസാനം എന്ത് ചെയ്യണു? ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ ആ പുറത്തേക്ക് പോണ കാര്യങ്ങളാണ് ഇവിടെ പറയണത്. ആ പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കി അതിൽ തന്നെ ഉറപ്പോടെ ഇരിക്കുന്നവർക്ക് ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ചിട്ട് ദേഹത്തെയും ഇന്ദ്രിയത്തെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ദേഹത്യാഗം ചെയ്യുമെന്ന യോഗിക്ക് ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയണത്.
ആ ബ്രഹ്മാണ്ടത്തിൽ ഏത് ലോകത്തിൽ പോകണമോ ആ ലോകത്തിൽ പ്രവേശിക്കാനൊക്കെ യോഗികൾക്ക് മാത്രമേ കഴിയുള്ളൂ. കർമ്മങ്ങൾ കൊണ്ട് സാധിക്കില്ല. ആ കർമ്മഗതികൾ കർമ്മങ്ങളെയൊക്കെ വിട്ടു പോകണം നമ്മളെ. ആ കർമ്മങ്ങളെയൊക്കെ വിട്ടു പോകണമെങ്കിൽ പിന്നെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് മഹാത്മാക്കൾക്ക് ആ ശരീരമില്ലാണ്ട് തന്നെ ഇതിനെ പല ദിക്കിലും സഞ്ചരിക്കാനും ഒക്കെ കഴിയും എന്ന് പറയണു. അപ്പം അങ്ങനെയുള്ള ധാരാളം ജീവൻ മുക്തരായിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാരൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് വരണു എന്ന് പറയില്ലേ. ഓരോരോ ദിക്കിൽ സത്സംഗങ്ങളൊക്കെ നടത്തണ ഇങ്ങനെ അരൂപികളായിട്ടുള്ള ധാരാളം ഋഷീശ്വരന്മാരൊക്കെ അവിടെ വന്ന് ആ ഈശ്വര കഥകൾ എവിടെ നടക്കണോ ആ സമയം അങ്ങനെ ഇരുന്നിട്ട് അവർ ആനന്ദത്തെ ശരീരത്തിനെ സ്വീകരിക്കാണ്ടൊക്കെ ആനന്ദത്തിനെയൊക്കെ അനുഭവിച്ചുകൊണ്ട് അവർ സൂക്ഷ്മ ശരീരികളായിരിക്കുക. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയണു. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഈശ്വരൻ്റെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുമ്പോഴും ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ പതിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അനുഗ്രഹം പോലെ തന്നെയാണ് അവരുടെയൊക്കെ കോപവും നമ്മളിലേക്ക് വന്ന് പതിക്കാനൊക്കെ ഇടയാവും. അപ്പം അതുകൊണ്ട് നമ്മൾ പറയണം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ശരിക്കും ഇതുപോലെയുള്ള ഒരു ജീവൻ മുക്തന്മാരായിട്ടുള്ള അനേകം പുണ്യാത്മാക്കളുടെയും കൂടി അനുഗ്രഹങ്ങൾ നമുക്ക് ആ സത്സംഗത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ലഭിക്കുകയാണ് ചെയ്യുക. ആ യോഗിയുടെ ക്രമമായ മുക്തിയെയാണ് ഇവിടെ ഇപ്പം നമ്മൾ ഈ ശ്ലോകങ്ങളെ കൊണ്ടൊക്കെ പറഞ്ഞത്. എങ്ങനെയാണ് ക്രമമായ മുക്തി എന്ന് പറയണു. അതുപോലെ ആ പുണ്യപാപങ്ങളാകുന്ന ചെളി ബാധിക്കാത്തത് കൊണ്ട് ആ ഗതിക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതുപോലെ ജ്യോതിഷത്തെ ആ സ്ഥാനങ്ങളിൽ ആദിത്യഗോളങ്ങൾ മുതൽ ധ്രുവാവസാനം വരെയുള്ള സ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് പ്രാപിക്കാൻ ഇടയാവും. പിന്നെ ആ ശിശുമാര ചക്രത്തെ കടന്ന ശേഷം അവിടെ നിന്ന് അപ്പുറം ദേവന്മാർക്ക് ഗതിയില്ലാത്തത് കൊണ്ട് ഏകാഗ്രനായിരിക്കുന്ന ഈ നിർമ്മലമായ ലിംഗശരീരത്തിലൂടെ ബ്രഹ്മജ്ഞാനികളുടെ സ്ഥാനം കൽപ്പം വരെ ജീവിച്ചിരിക്കുന്ന ആ ഭൃഗുവാദികളുടെ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താ ചെയ്യുക, അവസാനം ആ മഹർലോകത്തെ പ്രാപിക്കുകയാണ് ചെയ്യുക എന്നുള്ളതെല്ലാം പറഞ്ഞു. ആ മഹർലോകത്തിലിരിക്കുന്ന യോഗി അവിടെ വ്യാപിക്കുന്ന ഉഷ്ണാധിക്യം കൊണ്ട് ആദിശേഷൻ്റെ ആ മുഖാഗ്നിയിലെ ലോകം ഏറ്റവും ദഹിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രഹ്മലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവിടെയും സിദ്ധേശ്വരന്മാർക്ക് ഇരിക്കാനായിട്ട് സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവിടെ സുഖം, ദുഃഖം, ജര, മരണം, പീഡ, ഭയം എന്നീ ദോഷങ്ങളൊന്നുമില്ല. എന്നാൽ ആനന്ദത്തെ അനുഭവിക്കുന്നവരായാൽ ആ അനുഭവമില്ലാത്തവരെന്തു ചെയ്യണു? വീണ്ടും ജനന മരണാദിമൃത്യുകളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകണ ആ കാരുണ്യ നിമിത്തം ആ മനസ്സിന് ക്ഷോഭം ഒന്നുമില്ലാണ്ട് യാതൊരു ദുഃഖഭാവങ്ങളും ഇല്ലാണ്ട് ആ ഒരു അവസ്ഥയിൽ അതൊന്നും ഇവരെ ബാധിക്കില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ആ യോഗി ആ ബ്രഹ്മാണ്ടത്തെയും കഴിഞ്ഞ് ഭഗവത് സായുജ്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പ്രാപിക്കണമെന്നുള്ള അങ്ങനെ നമുക്കിത് മുഴുവനൊന്നും അങ്ങനെ വിശദമായിട്ട് നമ്മളെപ്പോലെ അതൊക്കെ പഠിച്ച് ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതിനെപ്പറ്റി അറിയണവർക്ക് ഇതൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലൂടെ ക്രമമായ മുക്തി ലഭിക്കുന്ന അവരുടെയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരണത്. ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന ആ സൂക്ഷ്മഭൂതങ്ങളെ യോഗികളൊക്കെ ഏതു വിധത്തിലാണ് അതിക്രമിക്കുന്നത് എന്നൊക്കെ അതൊക്കെയാണ് അതിക്രമിച്ചിട്ടാണ് ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ പറഞ്ഞു തരികയാണ്. ഓരോ ശ്ലോകങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. അങ്ങനെ പ്രധാന തത്വമായിട്ട് ഭവിച്ചിരിക്കുന്ന ആ യോഗി തത്വസ്വരൂപത്തോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് എല്ലാ ഉപാധികളെയും കടന്നിട്ട് ആ ഭഗവത് പ്രാപ്തി ഉണ്ടാകണം. അതിന് ശേഷം പിന്നെ
ഒരിക്കലും ഈ സംസാര ചക്രത്തിൽ കിടന്ന് വട്ടം കറയേണ്ട ആവശ്യം അങ്ങനെ വരണില്ല. പിന്നെ അങ്ങനെ ആവർത്തിയില്ല, ജനനത്തിന് ആവർത്തിയില്ല, ഈശ്വരനോട് ലയിച്ചു ചേരണമെന്ന് പറയുകയാണ്. ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ വായിച്ചത്. തുടർന്ന് വായിക്കുക. ഈ ഭാഗങ്ങളൊന്നും പറയാൻ എനിക്ക് അത്ര അറിയില്ല കേട്ടോ. ഒരുവിധമൊക്കെ ഇങ്ങനെ കണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അത്രയ്ക്കും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ പറയണമെങ്കിൽ അത് പഠിച്ച് അങ്ങനെ വരണം. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അറിവില്ലാത്തവരൊന്നും കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നമ്മുടെ കൊതി കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ പാരായണം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതേ ശ്രുതീതേ നൃപദേവഗീതേ ത്വയാഭിസ്പൃഷ്ടേ സനാതനേ ച യേ വൈ പുരാ ബ്രാഹ്മണാഃ ഭൃഷ്ടാ ആരാധിതോ ഭഗവാൻ വാസുദേവാ ന ഹത്യോ ന ശിവപ്പാന്താ വിശദാ സംസ്കൃതേ ഇഹ വാസുദേവേ ഭഗവതി ഭക്തിയോഗോ തതോ ഭവേത് ഭഗവാൻ ബ്രഹ്മകാൽസ്യേന അന്വീഷമനീഷയ തത് അധ്യവാസ്യത് കൂടസ്ഥോ രതിർ ആത്മന്യതോ ഭവേത് ഭഗവാൻ സർവഭൂതേഷു ലക്ഷിതാസു ആത്മനാ ഹരി ദൃശ്യൈ ബുദ്ധ്യാദിർദിഷ്ട ലക്ഷണൈ അനുമാപകൈ തസ്മാ സർവാത്മനാ രാജൻ ഹരിസർവത്ര സർവദാ ശ്രോതവ്യകീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം പിബന്തിയേ ഭാഗവത ആത്മനത്വം കഥാമുദം ശ്രവണപുടേഷു സംപ്രദം പുനന്തിതേ വിഷയ വിദൂഷിതാശയം വ്രജന്തി തച്ചരണ സരോരുഹാന്തികം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദ്വിതീയസ്കന്ധേ സ്ഥൂലധ്യാന നിരൂപണം നാമ ദ്വിതീയോധ്യായ. അങ്ങനെ ആ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ചോദിക്കയാൽ ഞാനത് ചൊല്ലി സദ്യകർമ്മങ്ങൾ വേദോക്ത സനാതനങ്ങൾ ബ്രഹ്മാവിനോടായുരിയാടി വീണ്ടും പണ്ടാ സമാരാധിത വാസുദേവൻ ഭഗവാൻ വാസുദേവങ്കൽ ഭവിക്കും ഭക്തി എന്നിയേ സംസാരികൾക്കില്ല രക്ഷ നിർവിഘ്നം നിത്യമംഗളം. കമ്പുവേദത്തിൽ തിരഞ്ഞു വിധി മൂന്നുരു ഭഗവൽ ഭക്തി കൊണ്ടന്യേ സുഖമില്ലെന്നു ബോധ്യമായി കാണപ്പെടുന്നു ബുദ്ധ്യാദി ലക്ഷണങ്ങളോടെ സദാ അനുമേയൻ സർവഭൂതങ്ങളിലും ഭഗവൻ ഹരി. അതിനാൽ ഭൂപതേ സർവാത്മന സർവത്ര സർവദാ ശ്രോതവ്യൻ കീർത്തനീയൻ സ്മർത്തവ്യനും ഭഗവൻ ഹരി. മഹാജനശ്രുതിപുട സംഭൃതാമൃതം കുടിക്കുവിൻ ഹരിയുടെ ലീല കേൾക്കുകിൽ പുനീതമം വിഷയാ വിദൂഷിതാശയം വരിച്ചിടും നിജ ചരണാബ്ജ സംഗമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വിതീയ സ്കന്ധം 2-ാമത്തെ അധ്യായം മഹാപുരുഷ സംസ്ഥ എന്നുള്ള പ്രകരണം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയും പറഞ്ഞ് തന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ പറഞ്ഞിട്ട് പറയണു. രാജാവേ, സദ്യോമുക്തി എങ്ങനെയാണ്, ക്രമമുക്തി എങ്ങനെയാന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. ഇത് വേദത്തിൽ പറയപ്പെട്ടതാണ്, ഏത് കാലത്തും ഉള്ളതുമാണ്. ഈ മാർഗങ്ങളെ ആ വാസുദേവൻ ആ ബ്രഹ്മാവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ആദ്യകാലത്ത് ആ ഭഗവാൻ തന്നെ ഉപദേശിച്ചതാണ് എന്ന് പറഞ്ഞു. ഈശ്വരൻ തന്നെയാണ് ഇത് ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ ജനനമരണത്തിന് അധീനനായിരിക്കുന്ന പുരുഷന് തപസ്, യോഗം എന്നീ മോക്ഷമാർഗങ്ങൾ അനേകമുണ്ട്. അവയിൽ വെച്ച് ഏറ്റവും നല്ലത് ഏതാണെന്ന് പറയുകയാണ്. യാതൊന്നിനെ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണോ ജ്ഞാനാദികളായിട്ടുള്ള ഐശ്വര്യങ്ങളുണ്ട് ഭഗവാനിൽ ഭക്തി, പ്രേമ ലക്ഷണമായിട്ടുള്ള ഭക്തി ഉണ്ടാവുന്നത്, അതിനേക്കാൾ നല്ലൊരു മാർഗം വേറെ ഇല്ല എന്ന് പറയണം. അതാണ് ഏറ്റവും നമ്മുടെ ഉള്ളിലെ ഭക്തി വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത് ഏതാണോ അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുക. അതുകൊണ്ട്
ആ ബ്രഹ്മാവ് ഏകാഗ്രചിത്തനായിട്ട് ഇരുന്നിട്ട് സ്വന്തം ബുദ്ധി കൊണ്ട് വേദത്തെ മുഴുവനും പരിശോധിച്ചിട്ട് സർവാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ പരമപ്രേമം ജനിപ്പിക്കാൻ മാർഗം ഏതൊന്നാണോ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം എന്നാണ് തീർച്ചപ്പെടുത്തിയത്. അത് അനുഭവിച്ച് അറിയുകയാണ് വേണ്ടത്. അതായത് നമുക്ക് എന്ത് കാര്യവും അനുഭവിച്ചറിയാണ്ട് പറ്റില്ല. അനുഭവിച്ചാൽ മാത്രമേ, അനുഭവിച്ചറിഞ്ഞാൽ അതിൻ്റെ സുഖം നമുക്ക് ഉള്ളൂ. അനുഭവിക്കാത്തോളം കാലം അതിൻ്റെ സുഖം അറിയില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യമായാലും അത് സുഖമായാലും ദുഃഖമായാലും നമുക്കൊരനുഭവം വരുന്നവരെ നമുക്കതിൻ്റെ തീവ്രത മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഭഗവാനെ അനുഭവിക്കാൻ പറ്റുക? ഈ അനുഭവിക്കാണ്ട് എങ്ങനെയാണ് ഭഗവാനിൽ രതി ഉണ്ടാവുക? ഈശ്വരനെ അനുഭവിക്കുകയല്ലേ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുക എന്ന് ചോദിക്കുക. എല്ലാ സർവബോധങ്ങളിലും ഇരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനിലാണ് ഉള്ളത്. പക്ഷേ അതിനെ നമുക്ക് അനുഭവിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് പറയണത്. മനുഷ്യൻ എല്ലാ കർമ്മങ്ങളിലും എല്ലായ്പ്പോഴും ആ സർവാത്മഭാവത്തോടു കൂടിയിട്ട് കേൾക്കേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ഭഗവാനെ പറ്റിയിട്ട് കേൾക്കണം, ശ്രീഹരിയെ പറ്റിയിട്ട്. തസ്മാ സർവാത്മന. അതുകൊണ്ട് ആ ഭഗവാനിൽ പരമമായ പ്രേമഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈശ്വരനെ പറ്റി കേൾക്കണം, ആ ഭഗവാന്റെ മഹത്വങ്ങൾ കേൾക്കണം. ഭഗവാനെ പറ്റി കേട്ട് 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 നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനോടൊരു ഇഷ്ടം, കൊതി ഉണ്ടാവണം. അതിനാണ് സത്സംഗങ്ങളും ഭാഗവതമൊക്കെ കേൾക്കാൻ പറയുന്നത്. അപ്പോൾ ആ ശ്രീഹരിയെ പറ്റിയിട്ട് തന്നെ ചിന്തിക്കാനായിട്ട് തോന്നണം. അപ്പോൾ ആ ഭഗവാന്റെ കഥാശ്രവണാദി ഫലങ്ങളെ കുറിച്ചിട്ട് ആ ഫലങ്ങൾ അതിനെ കേട്ടിട്ട് ഹൃദയാന്തർഭാഗത്ത് ആത്മസ്വരൂപനായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ ആ കഥയാകുന്ന അമൃതം കഴിച്ചുകൊണ്ട് അത് നമുക്ക് ആരാണോ സേവിക്കുന്നത് അവനെ വാസനകളിൽ ഉള്ള ആ ദുഷിച്ചിരിക്കുന്ന അവൻ്റെ അന്ധഃകരണം പരിശുദ്ധവും. വിഷയത്തിൽ മുങ്ങിയിട്ട് ആ മനോമാലിന്യങ്ങളൊക്കെ തീരും. ആ മനോമാലിന്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ആ ശ്രീഹരിയുടെ പാതാരവിന്ദത്തിൻ്റെ സമീപത്ത് ചെന്നിരുന്നിട്ട് ആ ഹൃദയാന്തർഭാഗത്ത് ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ അതാ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് ഈശ്വരനാമങ്ങൾ ജപിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രോതവ്യ, കേൾക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം കേട്ട് കഴിഞ്ഞാൽ ആ കീർത്തിതവ്യ. പിന്നെ എന്ത് ചെയ്യണം? കീർത്തിക്കണം. ഭഗവാനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നാമം ജപിച്ചും ഭഗവാന്റെ ഗുണഗണാദികളായിട്ടുള്ള ശ്ലോകങ്ങൾ പാടിയും ഭജന പാടിയും മറ്റുള്ളവരോട് അത് പറയുക. അതും ഒരു കീർത്തിക്കൽ തന്നെയാണ്. നമ്മൾക്ക് അറിയാവുന്ന ഈശ്വര കഥകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. പിന്നെ ആ ഭഗവാനെ പറ്റി തന്നെ ചിന്തിക്കുക. ഓരോന്ന് കാണുമ്പോഴും സർവബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്തരാത്മാവായിട്ട് നിൽക്കേണ്ട ഭഗവാൻ തന്നെയാണ്. അപ്പോൾ എന്ത് കാണുമ്പോഴും അതിലൊക്കെ ഈശ്വരനെ കാണാൻ ആ സ്മരണ ഉണ്ടാവുക. ഓരോന്ന് കാണുമ്പോഴും, ഒരു പുഷ്പം കാണുമ്പോഴും, ഒരു നന്മയും തിന്മയും എല്ലാം കാണുമ്പോഴും. കാരണം തിന്മയോടാണ് ഏറ്റവും നമ്മൾ നമസ്കരിക്കേണ്ടത്. കാരണം ആ തിന്മയാണ് നമ്മൾ നന്മയെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തിന്മ കാണുമ്പോൾ നമ്മൾ ഇത് നല്ലതല്ല എന്ന് മനസ്സിലാവുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് പോകാനായിട്ട് നമുക്ക് അങ്ങനെയുള്ളതിനെ നമ്മൾ സ്വീകരിക്കില്ല. അത് തിന്മയാണെന്ന് അറിയുമ്പോൾ പലരും പലതും സ്വീകരിക്കുന്നത് എന്താ? തിന്മയാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ആ തിന്മ മാത്രം, ആ നന്മയുടെ ആ മഹത്വം അറിയാണ്ട് നന്മ അല്പമെങ്കിലും അറിഞ്ഞാലാണ് തിന്മയുടെ ദോഷം അറിയുള്ളൂ. അപ്പം നന്മയും തിന്മയും ഒക്കെ ഒരുപോലെ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുക തന്നെ ഉണ്ട്. കാരണം നമ്മളുടെ ഓരോന്നും അതെ. അപ്പോൾ അതുകൊണ്ട് ആ ഈശ്വരനെ കുറിച്ചിട്ട് കൂടുതൽ കേൾക്കണം. ഇപ്പം നമ്മൾ അധികവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ തിന്മയുടെ ഭാഗം തന്നെയാണ്. മായയെ പറ്റിയിട്ടാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോ കാര്യങ്ങളോ ചിന്തകളോ ഒക്കെ എത്രത്തോളം മലിനമാണെന്ന് നമുക്ക് എപ്പോഴേ അറിയുള്ളൂ, അല്ലേ? മലിനമായ ഒരു സ്ഥലത്ത് തന്നെ, ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ദുർഗന്ധമെന്നൊന്നും തോന്നില്ല. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഗന്ധം ദുർഗന്ധം തോന്നില്ല. പക്ഷെ പുറമേന്ന് പറഞ്ഞ ഒരാൾ പറയും ഇവിടെ എന്തൊരു ദുർഗന്ധമായി, ഞങ്ങൾക്ക് അങ്ങനെ തോന്നണില്ലല്ലോ എന്ന് പറയും. പക്ഷേ അവരെ സുഗന്ധമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴാണ് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ദുർഗന്ധത്തിനെ പറ്റി അറിയണത്. പിന്നീട് ഇവിടെ വരുമ്പോൾ അത് ദുർഗന്ധമെന്ന് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക? ദുർഗന്ധത്തിനെ മാറ്റി അവിടെ എന്തിൽ നിന്നാണോ ദുർഗന്ധം അതിനെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ പരിശുദ്ധമാക്കിയിട്ട് അപ്പോഴല്ലേ പറ്റുള്ളൂ. അതുവരെ അറിയാണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നത് അതാണ് സത്യം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങനെ ഇരിക്കണവരാണ്. അപ്പോൾ അതിന് ആദ്യപടിയായിട്ട് ചെയ്യേണ്ടത് ഈശ്വരകഥകളെ കേൾക്കുക. ഈശ്വരകഥകളെ കേട്ടിട്ട് അതിനെപ്പറ്റി പാടുകയും പറയുകയൊക്കെ ചെയ്യുക. പിന്നെ ഓരോന്നിലും ഈശ്വരനെ കാണാനായിട്ട് ആ
എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. എന്ത് കണ്ടാലും അതിൽ ഈശ്വരനെ സ്മരിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഉള്ളിലുള്ള അജ്ഞാനമങ്ങൾ, ആ മനോമാലിന്യങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് ഇല്ലാണ്ടായിട്ട് അവിടെ ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഹൃദയാന്തർഭാഗത്തിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞവൻ അത് ബാക്കി ഒന്നും പിന്നെ ഒന്നിൻ്റെ പുറകെ പോയില്ല. ഹൃദയത്തിൽ ആത്മാവായിട്ടിരിക്കുന്ന ഭഗവാൻ അന്യമാണ് എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. ഇത് നമ്മുടെ അന്യമായ എന്തോ ആണെന്ന്. അങ്ങനെയല്ല. ഈശ്വരൻ ആരുടെ അന്യനല്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാത്മാവായിട്ടിരിക്കുന്നത് തന്നെയാണ്. അത് ബോധിച്ചവരാണ് ഗോപികമാർ. അവരാണ് അഖിലദേഹിനാം അന്തരാത്മതൃക്കെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് ഭഗവാന്റെ ആ രാസലീല അനുഭവമായതെന്ന് വെച്ചാൽ ഓരോ ഗോപികളും ഓരോ കൃഷ്ണനോടും കൂടിയിട്ട് നൃത്തം വച്ചു എന്ന് പറയണത് ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശ്വരഭാവം നിറഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഈശ്വരഭാവം നിറഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത് ഓരോരുത്തരുടെ ഉള്ളിലും. അപ്പം അതുപോലെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരകഥകൾ പറഞ്ഞും കേട്ടും ആവുന്നത് പോലെ പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ ഒരു ഭാഗം നമ്മൾ അനുസ്മരിച്ചതൊന്നും അത്ര വെടുപ്പായിട്ടില്ല. കാരണം അതിനുള്ള അറിവ് നമുക്കില്ല. എങ്കിലും ഭഗവാനെ പറ്റിയിട്ടല്ലേ പറയണത്, ഭഗവാന്റെ ഭക്തനെ പറ്റിയിട്ടല്ലേ കഥകളല്ലേ പറയണത് എന്നുള്ള ഭാവത്തിൽ നമ്മളതിനെ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മളതിനെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അല്പമെങ്കിലും മനോമാലിന്യങ്ങളൊക്കെ നീങ്ങാൻ അത് സഹായിക്കും. ജന്മജന്മാന്തരങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ പാപപങ്കിലങ്ങളായിട്ടുള്ള ആ മനോമാലിന്യങ്ങളെ നീക്കാൻ എത്രയെത്ര ഇതായാലും പറ്റില്ല. ആത്മാർത്ഥമായിട്ട് അല്ലേ ആ ഹൃദയത്തിൽ തൊട്ടിട്ട് ഒരു വിളി വിളിക്കാൻ നമുക്ക് പറ്റിയാൽ ഇതാ എല്ലാം പെട്ടെന്ന് ക്ലീനാവും. അല്ലേ ചിലതുണ്ടല്ലോ, ചിലത് ഇങ്ങനെ കഴുകി തേച്ച് ഉറച്ച് വൃത്തിയാക്കിയാലൊന്നും വൃത്തിയാവില്ല. പക്ഷേ ചില ആൾക്കാർ വന്നിട്ട് പറയും ഞാനിപ്പോൾ ക്ലീനാക്കി തരാമെന്നുണ്ട്. അവരെന്തോന്നും ഇതാക്കിയിട്ട് ഒരൊറ്റ സ്പ്രേ ചെയ്യുമ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് ക്ലീനായി. അതുപോലെ നമ്മുടെ ആ അജാമിളൻ വിളിച്ച പോലെ ഒരൊറ്റ വിളി നാരായണാന്ന് നമുക്ക് വിളിക്കാൻ സാധിച്ചാൽ നമുക്കത് സാധിക്കണില്ല. അദ്ദേഹത്തിൻ്റെ ആ പൂർവ ആ ഒരു ജന്മത്തിൽ തന്നെ പൂർവ്വകാലത്ത്, അതായത് ആദ്യകാലത്ത് ചെയ്ത അനുഷ്ഠാനങ്ങളോ ആ പരമ്പരാഗതമായിട്ട് ആ ഒരു ഇതിൽ തന്നെയാണല്ലോ. അപ്പോൾ 7 ജന്മത്തേക്ക് നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാസനാപടലം അദ്ദേഹത്തിനെ പാപത്തിലേക്ക് കൊണ്ടുപോയി എന്നുണ്ടെങ്കിലും നാരായണ നാമം അദ്ദേഹത്തിനെ രക്ഷിച്ചു. ആ നാമത്തിൻ്റെ ഉച്ചാരണ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ആ വിഷ്ണുപാർഷദന്മാരും യമദൂതന്മാരും തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയായതും താൻ ചെയ്തതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതും ഈശ്വരനെ ഭജിക്കുന്നതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതും നാമത്തിൻ്റെ മഹത്വമൊക്കെ തിരിച്ചറിഞ്ഞതും അദ്ദേഹം പിന്നെ ഉള്ള കാലം ഭഗവാനെ ഉപാസിച്ചിട്ട് ആ ഭഗവാനോട് അലിഞ്ഞു ചേരാൻ കാരണമായതൊക്കെ അങ്ങനെയാണ്. അപ്പം അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് ആ മഹാഗർത്തത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു വിളി നമുക്ക് വിളിക്കാൻ പറ്റിയ ഏത് നിമിഷം വേണമെങ്കിലും എത്ര വലിയ മഹാഭാവം ഉള്ളിലുണ്ടെങ്കിൽ അത് ക്ലീനാവും. പക്ഷേ അങ്ങനെ വിളിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രേമഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതുണ്ടാവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരുടെ ഉള്ളിൽ ആ പ്രേമം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഭക്തരായ നിങ്ങളുടെ ഓരോരുത്തരുടെ പാദത്തിലും സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജയ് ജയ് ശ്രീരാധേശ്യ.